ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാധിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപത്തിൻ്റെ അർത്ഥസഹിതമുള്ള വിവരണത്തിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 3 ഭാഗങ്ങളിലും വിവരിച്ചിരുന്നത് പ്രിയപ്പെട്ട ഭക്തർ എല്ലാവരും കേട്ട് അതനുസരിച്ച് നാമജപം തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ അർത്ഥം ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഇത് വിവരിക്കുന്നത്. അർത്ഥമറിഞ്ഞ് ജപിക്കുന്നവർ അത് തുടരട്ടെ. അപ്പോൾ നമ്മൾ വന്ദന ശ്ലോകങ്ങളായിരുന്നു ഇതുവരെയും വിവരിച്ചിരുന്നത്. അതിൽ ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് ചോദിക്കുന്ന 6 ചോദ്യങ്ങളായിരുന്നു നമ്മൾ അവസാനം വിവരിച്ച് നിർത്തിയത്. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഋഷി ഭഗവാനായി അവതാരം ചെയ്ത വ്യാസ മഹർഷി അനുഷ്ഠിപ് ഛന്ദസ് ശ്രീമൻ നാരായണനാണ് ഇതിൻ്റെ ദേവത. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ യസ്യ ദ്വിരദവക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനേ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീ വൈശമ്പായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രീ യുധിഷ്ഠിര ഉവാച കിം ഏകം ദൈവതം ലോകേ കിം വ്യാപ്യേകം പരായണം സ്തുവന്തഃ കം കം അർച്ചന്ത പ്രാപ്നുയുർമാനവശ്യുഭം. കോ ധർമ്മ സർവധർമാണ ഭവത പരമോ മത കിം ജന്മമുച്യതേ ജന്തു ജന്മസംസാരബന്ധനാത്. ഇതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവരിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് യുധിഷ്ഠിര മഹാരാജാവിനോട് ഭീഷ്മർ ഇനിയും വിവരിക്കുന്നത്. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദേവന്മാരിൽ ആർക്കാണ് ശ്രേഷ്ഠത്വം? 2ാമത്തെ ചോദ്യമായിരുന്നു ലോക ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ആ ലക്ഷ്യമെന്ത്? ഏറ്റവും മുഖ്യമായ സ്ഥാനമേതാണ് ലോക ജീവിതത്തിൻ്റെ, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ? അടുത്ത 3ാമത്തെ ചോദ്യം ആരെ സ്തുതിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് നന്മ ലഭിക്കുന്നത്, മംഗളമുണ്ടാകുന്നത്? അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ് ആരെയാണ് നമ്മുടെ മംഗളകരമായ ജീവിതത്തിന് വേണ്ടി നാം അർച്ചിക്കേണ്ടത് ആരെയാണ്?
പൂജാദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിക്കേണ്ടത് ആരെയാണ്? അഞ്ചാമത്തെ ചോദ്യം, സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ്? ആറാമത്തെ ചോദ്യം, സംസാരമുക്തനാകുവാൻ വേണ്ടി ഒരാൾ ജപിക്കേണ്ടത് എന്താണ്? ഇത് ജന്മസംസാരത്തിൽ നിന്ന് വേഗം മുക്തനാകുവാൻ വേണ്ടി ഒരാൾ ജപിക്കേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, 6 ചോദ്യങ്ങളാണ് ഭീഷ്മ പിതാമഹനോട് ശ്രീ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത്. ഇനി ഈ ചോദ്യത്തിനുള്ള മറുപടി, 6ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഭീഷ്മർ ആദ്യം വിവരിക്കുന്നത്. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഭീഷ്മര് ചോദിക്കുകയാണ്. ഭീഷ്മ ഉവാച, ചോദിക്കുകയല്ല, ഇവിടെ പറയുന്നു എന്നാണ്. ഉവാച സാന്ദർഭികമായി ആ പദത്തിന് ചോദിക്കുന്നു, പറയുന്നു എന്നൊക്കെ അർത്ഥമെടുക്കാം. ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷഃ സതതോത്ഥിത. ജഗത്പ്രഭും ദേവദേവമനന്തം, ജഗത്പ്രഭും ദേവദേവമനന്തം എന്നാൽ ഈ ജഗത്തിൻ്റെ പ്രഭുവും ദേവദേവമനന്തം അനന്തനായിട്ടുള്ളത് ആദ്യന്തരഹിതനായവനും ദേവദേവനും ദേവന്മാരുടെ ദേവനും ആയ ആ പുരുഷോത്തമനെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? സ്തുവൻ നാമസഹസ്രേണ, സഹസ്രം 1000 നാമങ്ങൾ കൊണ്ട്, സഹസ്രനാമങ്ങളെ കൊണ്ട് നാം ഭഗവാനെ സ്തുതിക്കണം. അപ്പോൾ ജഗത്തിൻ്റെ എല്ലാം പ്രഭുവും ഈ ലോകത്തിൻ്റെ എല്ലാ ലോകങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആ പ്രഭുവും ദേവദേവനുമായിട്ടുള്ള എല്ലാ ദേവന്മാരുടെയും അധിപനായിട്ടുള്ള അനന്തം ആദ്യന്തരഹിതനായിട്ടുള്ള ആ പുരുഷോത്തമനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ 1000 നാമങ്ങൾ എന്ന് വെച്ചാൽ 1000 ഗുണഗണങ്ങളെയാണ് നമ്മൾ ഓരോ നാമങ്ങളിലൂടെയും വർണ്ണിക്കുന്നത്, സ്തുതിക്കുന്നത്. അങ്ങനെ 1000 ഗുണങ്ങളെ സ്തുതിക്കണം. സഹസ്രേണ 1000 നാമങ്ങളെ, സഹസ്രനാമങ്ങൾ കൊണ്ട് നാം ഭഗവാനെ സ്തുതിക്കണം. സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോദ്ധിത. അങ്ങനെ ഭഗവാനെ 1000 നാമങ്ങളെ കൊണ്ട് ദേവദേവനായ ഭഗവാനെ, ജഗത്പ്രഭുവായ ഭഗവാനെ, ആദ്യന്തരഹിതനായ ഭഗവാനെ നാം സ്തുതിക്കണം. അടുത്ത ശ്ലോകം നോക്കാം. തം ഏവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്ഥം ഏവച. തം ഏവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായേൻ സ്തുവൻ നമസ്യംശ്ച യജമാന തം ഏവച. ആ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ നാം അർച്ചിക്കുന്നത് എങ്ങനെ വേണം? ഭക്തി കൊണ്ട് അർച്ചിക്കണം. പിന്നെയോ ഭക്തിയ പുരുഷം അവ്യയം എന്ന് വെച്ചാൽ ഒരു കുറവും ഒരു വ്യയവും സംഭവിക്കാത്ത, പുരുഷമവ്യയം ഒരു കുറവും സംഭവിക്കാത്ത ആ മഹാപുരുഷനെ, ആ പരമപുരുഷനെ അർച്ചിക്കുക. ഒപ്പം തന്നെ ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ഭഗവാനെ സ്തുതിക്കുക. അപ്പോൾ ആരെയാണ് അർച്ചിക്കേണ്ടത്? ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് ജപിക്കേണ്ടത് ജന്മമുക്തിക്ക്? ഇങ്ങനെ പല പല ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ചോദിച്ചത്. അതാണ് ആ പരമപുരുഷനായ ബ്രഹ്മസ്വരൂപനായ ആ ആദിനാരായണനെ ഭക്തിയ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുറവും സംഭവിക്കാത്ത, ഒരു അവ്യയവും സംഭവിക്കാത്ത ആ പരമപുരുഷനെ നമ്മൾ അർച്ചിക്കണം. പുഷ്പങ്ങൾ കൊണ്ട്, പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അർച്ചിക്കുക. ഒപ്പം തന്നെ ആ ഭഗവാന്റെ രൂപം ധ്യാനിച്ച്, ആ ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിലങ്ങനെ ഉറപ്പിച്ച് ഭഗവാനെ സ്തുതിക്കുക. സ്തുതിക്കുന്നത് എങ്ങനെയാണ്? സഹസ്രനാമേണ, സഹസ്രനാമങ്ങൾ ഉപയോഗിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങളെ നാം സ്തുതിക്കുക. പിന്നീടോ ഭഗവാനെ നമസ്കരിക്കുക. അത് വെറുതെ നമസ്കാരം പോരാ,
സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കുക. സാഷ്ടാംഗം നമസ്കരിക്കുവാൻ ഒരു മടിയും കൂടരുത്. ഏത് ഭഗവത് ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ താണ് വീണ് തൊഴണം ഭഗവാനെ, സാഷ്ടാംഗം പ്രണമിക്കണം. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പൂജാസ്ഥലങ്ങളിൽ, വീടുകളിലും ഭഗവാനെ നിത്യേന സാഷ്ടാംഗം നമിക്കണം, പ്രണമിക്കണം. അങ്ങനെ ചെയ്യുന്ന ആ യജമാനനാകുന്ന ആ ആള് സംസാരമുക്തനാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. യജമാനൻ എന്ന് വെച്ചാൽ ഇതൊരു യജ്ഞമാണ്. ഭഗവാനെ സ്തുതിക്കുക, ഭഗവത് നാമം, ഭഗവാന്റെ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക, അർച്ചിക്കുക, സാഷ്ടാംഗം നമിക്കുക. ഇതൊക്കെ നിത്യേന ചെയ്യുമ്പോൾ പൂജയും അർച്ചനയും സ്തുതികളും ഒക്കെ നിത്യേന ചെയ്യുന്നത് ഒരു മഹായജ്ഞം തന്നെയാണ്. ആ യജ്ഞം ചെയ്യുന്ന ആളാണ് യജമാനൻ. അങ്ങനെ ചെയ്യുന്ന ആരാണോ അവർക്കാണ് ഭഗവാനെ നിത്യവും ആ യഥാർത്ഥ ഭക്തൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾ, അങ്ങനെ ചെയ്യേണ്ട ആളാണ് സാക്ഷാൽ ശ്രീ ഭഗവാൻ. ആ യജമാനനെയാണ്, അങ്ങനെ ചെയ്യുന്ന ആളിനാണ് ജന്മമുക്തി ഉണ്ടാകുന്നത്, സംസാര ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടാകുന്നത് എന്നാണ് ഇവിടെ ഭീഷ്മർ തൻ്റെ ചെറുമകനായിട്ടുള്ള യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വരികൾ മനസ്സിലാക്കി അർത്ഥമറിഞ്ഞ് ജപിക്കുക. സഹസ്രനാമം നിത്യേന ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ആ രൂപം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക. വെറുതെ സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞതുകൊണ്ട് ജപിച്ചാൽ പോരാ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഭഗവാന്റെ രൂപം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് എന്താണോ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരശയ്യയിൽ തളർന്നു കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ആ ഭഗവാനെയും പാണ്ഡവാദികളോടും ഏത് രംഗമാണ് അവിടെ അവതരിപ്പിക്കുന്നത്, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. ഭഗവാന്റെ രൂപം അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു ഭക്തജനങ്ങൾ, ഭഗവാന്റെ പ്രിയപ്പെട്ടവർ, അവിടെ ഭഗവാനെ മാനസ പൂജ ചെയ്യുന്ന, 1000 നാമങ്ങളെ കൊണ്ട് സ്തുതിക്കുന്ന ആ വീരശൂര പരാക്രമിയായ ആ ഗംഗാദത്തൻ, ആ ശന്തനുവിൻ്റെ മകൻ. അപ്പോൾ ഈ രൂപം, ഈ ഒരു പിക്ചറാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അവിടെ ഭഗവാൻ ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ നിൽക്കും ഭഗവാൻ. ആ രൂപത്തിൽ വേണം വിഷ്ണു സഹസ്രനാമം ജപിച്ച് തീരുവോളം നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിക്കുവാൻ. അതിനുവേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.